Hi all, welcome to the video. In this video, I'll explain about one of the topic related to code generation phase of the compiler, the target language and a simple target mission model. The task of code generation is generating the target code from the intermediate representation. So the target code is generated to the target mission. So here you have to understand what is the target language and what is the specification of a simple target mission. So, the efficient code generation requires understanding the target mission and its instruction set. നമ്മളൊരു കോഡ് ജനറേഷൻ ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കോഡ് ജനറേഷൻ്റെ ഒരു ജനറേറ്റർ നമ്മൾക്ക് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പൈലർ റൈറ്ററിന് സ്പെസിഫിക്കലി ദേ ഷുഡ് നോ വാട്ട് ഈസ് ദ ടാർഗറ്റ് മിഷൻ ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. ആ ടാർഗറ്റ് മിഷൻ എന്താണെന്നും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കണം. So the generated code should be compatible with the machine's architecture for optimized execution. അതായത് ഏതാണോ ജനറേറ്റ് ചെയ്യുന്ന കോഡ് ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്ന കോഡ് ഇറ്റ് ഷുഡ് ബി കമ്പാറ്റിബിൾ വിത്ത് ദ മെഷീൻസ് ആർക്കിടെക്ചർ. അതായത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഉണ്ട്. ആ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറുമായിട്ട് കമ്പാറ്റിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒപ്റ്റിമൈസ്ഡ് എക്സിക്യൂഷൻ അവിടെ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു ടാർഗറ്റ് മെഷീനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഫോർ ദ സിംപ്ലിസിറ്റി വി ക്യാൻ കൺസിഡർ ദറ്റ് എ 3 address മെഷീൻ മോഡൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ ബ്രോഡ് ക്ലാസ് ഓഫ് രജിസ്റ്റർ ബേസ്ഡ് ആർക്കിടെക്ചർ. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, അതായത് അത്രത്തോളം നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് എ സിംപ്ലിഫൈഡ് 3 address മെഷീൻ മോഡലിൽ റെപ്രസെൻറ്റ്സ് എ ബ്രോഡ് ക്ലാസ് ഓഫ് രജിസ്റ്റർ ബേസ്ഡ് ആർക്കിടെക്ചറിനെ കുറിച്ച് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ കാര്യമാണ് കോഡ് ജനറേഷൻ ഫേസിന്റെ 3 ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ, രജിസ്റ്റർ അലോക്കേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓർഡറിംഗ് ആയിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ടാസ്കുകളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു കോഡ് ജനറേഷൻ ഫേസിന്റെ ടാർഗറ്റ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഐഡിയയും അതുപോലെ തന്നെ ടാർഗറ്റ് മെഷീൻ മോഡലിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ആ ടാസ്ക് വളരെ പ്രോപ്പറായിട്ട് നടത്തിയാൽ മാത്രമേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ദെൻ എ സിമ്പിൾ ടാർഗറ്റ് മെഷീൻ മോഡലിൻ്റെ കേസിൽ വി ആർ ഓൺലി കൺസിഡറിങ് എ 3 address മെഷീൻ വിത്ത് ലോഡ് ആൻഡ് സ്റ്റോർ ഓപ്പറേഷൻസ്, കമ്പ്യൂട്ടേഷൻ ഓപ്പറേഷൻസ്, ജമ്പ് ആൻഡ് കണ്ടീഷണൽ ജമ്പ് ഓപ്പറേഷൻസ്. അതായത് വേറെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ബട്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓൺലി വി ആർ കൺസിഡറിങ് ദറ്റ് 3 types ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ലോഡ് ആൻഡ് സ്റ്റോർ ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്, കമ്പ്യൂട്ടേഷൻ ഓപ്പറേഷൻസ് അതായത് ആഡ്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ നമ്മൾ കൺട്രോൾ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ജമ്പ്, കണ്ടീഷണൽ ജമ്പ് ഓപ്പറേഷൻസ്, അൺകണ്ടീഷണൽ ജമ്പും കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ്. ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ബൈറ്റ് അഡ്രസ്സബിൾ ആർക്കിടെക്ചർ വിത്ത് n ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉള്ള ഒരു മെഷീനുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളൊരു സിമ്പിൾ ടാർഗറ്റ് മെഷീൻ മോഡൽ എപ്പോഴും ബൈറ്റ് അഡ്രസ്സബിൾ ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മൾ ഒരിക്കലും മെമ്മറിയിൽ നിന്ന് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഒരിക്കലും ഡാറ്റ റിട്രീവ് ചെയ്യാറോ അല്ലെങ്കിൽ അങ്ങോട്ട് റൈറ്റ് ചെയ്യാറോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈറ്റ് അഡ്രസ്സബിൾ ഫോർമാറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടാണ് ഡാറ്റ റിട്രീവൽ അല്ലെങ്കിൽ ഡാറ്റ റൈറ്റിംഗ് അവിടെ പെർഫോം ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഒരു മെഷീൻ മോഡലിൽ n ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ നെയിം ചെയ്യാൻ വേണ്ടി R0 മുതൽ Rn-1 വരെയുള്ള നമ്പർ അല്ലെങ്കിൽ Rn വരെയുള്ള നമ്പേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. So a full-fledged assembly language would have a number of instructions ആണ്. നമുക്കറിയാം ഏത് അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിലും ആ അസംബ്ലി ലാംഗ്വേജിലും ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിലെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. So and also we have to consider uses of integer operands and a limited set of instructions for clarity. നമ്മൾ എല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ integer operandsഉം ഓപ്പറൻസിൻ്റെ യൂസസും അതുപോലെ തന്നെ ലിമിറ്റഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും മാത്രമേ നമ്മൾ ക്ലാരിറ്റിക്ക് വേണ്ടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. Then most of the instruction consists of an operator followed by a target followed by a list of source operand. അതായത് നമുക്ക് എപ്പോഴും ഏത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ആ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് എന്താണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതെന്ന് പറയും. അതുപോലെ തന്നെ എന്താണ് ആ ഇൻസ്ട്രക്ഷനെ കോഡിനെ ഫോളോ ചെയ്ത് ഒരു ടാർഗറ്റ് ഉണ്ടാവും, അതിനെ ഫോളോ ചെയ്ത് ലിസ്റ്റ് ഓഫ് സോഴ്സ് ഓപ്പറാൻഡ്സും ഉണ്ടാകും. ദെൻ എ ലേബൽ മേ പ്രിസീഡ് ആൻ ഇൻസ്ട്രക്ഷൻ. എപ്പോഴും അസംബ്ലി ലാംഗ്വേജിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ആ ഇൻസ്ട്രക്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെയുള്ള പൊസിഷനിൽ പറയുന്നത് ലേബലാണ്. അപ്പോൾ ലേബൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജമ്പിങ്ങിന് വേണ്ടിയാണ്. കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ ജമ്പ്,
കൺട്രോൾ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയാണ് ലേബൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷനെ ഉണ്ടാകണമെന്നില്ല ഈ ഒരു സെക്ഷൻ. ലേബൽസ് നമുക്കിവിടെ യൂസ് ചെയ്യാം, അത് ഓപ്ഷനിലാണ്. ദെൻ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോഡ് ഓപ്പറേഷൻസ്. ലോഡ് ഓപ്പറേഷൻസിൻ്റെ കേസിലാണ് അതിൻ്റെ ഫോർമാറ്റ് വരിക LD അല്ലെങ്കിൽ ലോഡ് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓരോ സിസ്റ്റം പ്രോസസ്സറും ഡിഫറെൻറ്റ് അസംബ്ലി ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഏത് അസംബ്ലി ലാംഗ്വേജ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻസും മാറാം. അപ്പോൾ ഞാനിവിടെ LD എന്ന് കൊടുത്തിരിക്കുന്നത് ലോഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ലോഡ് എന്ന വേർഡും യൂസ് ചെയ്യാം. അപ്പോൾ LD DST, ADDR. Loads a value from memory location ADDR into location DST. അതായത് എന്താണോ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് സോഴ്സ് അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിലെ ഇൻഫോർമേഷൻ ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു എക്വിവലൻ്റ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഇതാണ്, DST ഈക്വൽ ടു ADDR. അതായത് സാധാരണ A ഈക്വൽ ടു B എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് എക്വിവലൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നടത്താൻ പറ്റുന്നൊരു ടാസ്ക്കാണ് ലോഡ് ഓപ്പറേഷൻ വഴി നമ്മൾ പെർഫോം ചെയ്യുന്നത്. The next one is store operation. Store operation ST എന്നോ അല്ലെങ്കിൽ store എന്നോ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ST ആണ്. അപ്പോൾ ST X, R ആണ്. സ്റ്റോർ വാല്യൂ ഫ്രം രജിസ്റ്റർ R ഇൻറ്റു മെമ്മറി ലൊക്കേഷൻ X. അതായത് എന്താണോ രജിസ്റ്ററിലുള്ള ഇൻഫോർമേഷൻ, ആ രജിസ്റ്ററിലുള്ള ഇൻഫോർമേഷൻ X എന്ന ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ എക്വിവലൻ്റ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, X ഈക്വൽ ടു R. നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓപ്പറേഷൻസ് ആണ്. അപ്പം ഏത് ഓപ്പറേഷൻസ് വേണമെങ്കിലാകാം, ആഡ്, സബ്, മള്ള്, ഡിവ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഓപ്പറേഷൻസ് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓപ്പറേഷൻ്റെ സെക്ഷനിൽ പറയാം. അപ്പോൾ അതിന് ഓപ്പ് കോഡ് സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ OP എന്ന് മാത്രമേ കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്നുള്ളത് ഇതിലാണ്. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് OP DST, SRC1, SRC2. അതായത് നമ്മുടെ ഏതാണോ ഓപ്പറേഷൻ അതിവിടെ സ്പെസിഫൈ ചെയ്യുക. പിന്നെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഏതാണോ അത്, അതിനുശേഷം രണ്ട് സോഴ്സ് ഓപ്പറാൻസ്. ചിലപ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറാൻസിൽ രണ്ട് ഓപ്പറാൻസ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം തന്നെ സോഴ്സായിട്ടും ഡെസ്റ്റിനേഷനായിട്ടും ആക്ട് ചെയ്യും, അതുപോലെ രണ്ടാമത്തെ നമുക്ക് സോഴ്സായിട്ടും ആക്ട് ചെയ്യും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഡെസ്റ്റിനേഷൻ രണ്ട് സോഴ്സ് ഓപ്പറാൻസുമാണ്. അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഓപ്പറേഷനകത്ത് ഇൻവോൾവ് ആകുന്നില്ല. സോഴ്സ് 1ലും സോഴ്സ് 2ലും ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് ഹോൾഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ കൊടുക്കണം, ആഡ് R1, R2, R3. ചെയ്യുന്ന ടാസ്ക് ഇതാണ്. R2ലെയും R3ലെയും R2 എന്ന രജിസ്റ്ററിലെയും R3 എന്ന രജിസ്റ്ററിലെയും കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്ത് R1 എന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്ത് വെക്കുന്നു. അപ്പം സപ്പോർട്ട്സ് ഓപ്പറേഷൻസ് ലൈക്ക് ആഡ്, സബ്, മള്ള്, ഡിവ് എന്നുള്ള ഓപ്പറേഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മിനിമം ലെവൽ ഓഫ് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നില്ല, എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. പിന്നെയുള്ളത് അൺകണ്ടീഷണൽ ജമ്പ് ആണ്. അൺകണ്ടീഷണൽ ജമ്പിലെ കേസിൽ ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ BRL ഏതാണോ ലേബൽ, ആ ലേബലിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ കണ്ടീഷൻ ചെക്കിംഗ് ഇല്ല. വിത്തൗട്ട് ചെക്കിംഗ് എനി കണ്ടീഷൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫറിംഗ് ദ കൺട്രോൾ ഫ്രം whenever it is encountering an instruction BRL, it is transferring the control from that position to the instruction which consists of that label L. Then next one is conditional jump ആണ്. കണ്ടീഷണൽ ജമ്പിൻ്റെ അവിടെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് കൺട്രോൾ ട്രാൻസ്ഫറിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ ഇറ്റ് ബ്രാഞ്ചസ് ടു L ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ അപ്ലൈഡ് ടു രജിസ്റ്റർ R ആണ്. ഇത് ആറിലാണ് നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എവിടെയാണോ L ഉള്ളത് ആ L എന്നുള്ള ലേബലുള്ള ഇൻസ്ട്രക്ഷനിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫറിങ് ഓപ്പറേഷൻ ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ കേസിൽ പറയാനുള്ളത്. ദെൻ മെയിനായിട്ട് നമുക്ക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡ്സ് ഏതൊക്കെയാണെന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള 3 അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ കേസിൽ ഓപ്പറാൻഡ് സ്റ്റോർഡ് അറ്റ് എ സ്പെസിഫിക് മെമ്മറി ലൊക്കേഷനാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഇൻസ്ട്രക്ഷനൊപ്പം കൊടുക്കുക. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഓപ്പറാൻഡ് അഡ്രസ് സ്റ്റോർഡ് ഇൻ അനദർ ലൊക്കേഷനാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഓപ്പറാൻഡ് അഡ്രസ്സ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് വേറൊരു ലൊക്കേഷനിലായിരിക്കും. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഓപ്പറാൻഡ് ഈസ് ഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അതായത് ചില ഇൻസ്ട്രക്ഷൻ അത് നമ്മൾ ഓപ്പറാൻഡ്സ് അതേപോലെ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ലെവലിൽ നമുക്ക് ഈ 3 കുറിച്ച് കൺസിഡർ ചെയ്താൽ മതി. ഇനിയുമുണ്ട്, നമ്പർ ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചറിനനുസരിച്ച് നമ്പർ ഓഫ് അഡ്രസ്സിംഗ് മോഡ്സും വേറെ ഡിഫറെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്സും അവൈലബിൾ ആണ്. ഇത്രയാണ് നമ്മളൊരു ടാർഗറ്റ് മെഷീൻ മോഡലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ
ഒരു കറക്റ്റ് ആയിട്ടുള്ള കോഡ് ജനറേഷൻ ഫേസ് കമ്പൈലർ റൈറ്ററിന് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. if they are writing a specific code generation phase or code generation code, then only the compiler can generate the equivalent target code for the source program in an efficient manner. So thank you all.